സമയം പോണ്ടേ? എന്നാ നിങ്ങളൊരു കാര്യം അറിയോ? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ഈ വടിയുണ്ടായിരുന്നു. ഏത് സമയത്തുണ്ടായിരുന്നു? ഫിറൗനും കൂട്ടരും മൂസാ നബിയുടെ പിറകെ ഓടിയ സമയത്തും ഇല്ലായിരുന്നോ ഈ വടി? എന്നിട്ട് ആ വടി കൗമ് ചോദിച്ചു, മൂസാ നബിയെ നാം എന്ത് ചെയ്യും? അന്നേരത്ത് മൂസാ നബി പറഞ്ഞു, ഞാൻ ഈ പുഴയിലേക്ക്, ഈ നദിയിലേക്ക് അടിക്കും, അന്ന് ഈ നദി വളരും, നമുക്ക് രക്ഷപ്പെടാമെന്നാണോ പറഞ്ഞത്? അല്ല, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. അതുപോലെ മൂസാ നബിയോട് വെള്ളത്തിനകത്ത് ഈ കൗമ് ചോദിച്ചപ്പോ, ഞാനിതാ എന്റെ അടുത്തൊരു വടിയില്ലേ, നിലത്തിട്ടപ്പോ പാമ്പായ വടിയില്ലേ, ഞാനിതാ നിലത്തടിക്കുന്നു, ഇപ്പൊ വെള്ളം ഇങ്ങക്ക് ഞാൻ എത്തിച്ചേരാം എന്ന് മൂസാ നബി പറഞ്ഞോ? ഇല്ല. ഉസ്താദ് മനസ്സിലാക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിനോട് ദുആ ചെയ്തു, വെള്ളത്തിനു വേണ്ടി ദുആ ചെയ്തു. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായതിനു ശേഷമാണ് ഈ പാറക്കടിച്ചത്. ഉസ്താദ് പറയും പോലെ ചോദിച്ച ഉടനെ പാറക്കടിക്കുകയല്ല ചെയ്തത്. ഇനി ഇവിടെ ഈ മൂസ എന്ന സഹോദരൻ ചോദിച്ചപ്പോ, നിങ്ങൾ ഖുർആനിൽ നിന്നൊരു ആയത്ത് ഓതുമോ എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ ആദ്യമായി ഖുർആനിൽ നിന്ന് ആയത്തല്ല ഓതിയത്, നിങ്ങൾ കുഞ്ഞീദ് മദീനയുടെ പുസ്തകമാണ് വായിച്ചത്. കുഞ്ഞീദ് മദീനയുടെ പുസ്തകമാണ് വായിച്ചത്. ആ പുസ്തകം തന്നെയാണ് എന്റെ കയ്യിലുള്ളത്. ആപൽഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴുമുള്ള പ്രാർത്ഥനയ്ക്ക് പൊതുവിൽ ദുആ എന്ന് പറയുന്നു. എന്നാൽ ആപൽഘട്ടങ്ങളിലുള്ള സഹായാർത്ഥനയ്ക്ക് മാത്രമാണ് സാധാരണ ഇസ്തിഗാസ എന്ന് പ്രയോഗിക്കപ്പെടുന്നത്. മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അന്യോന്യം സഹായാർത്ഥന നടത്താൻ ഇസ്ലാം അനുവദിച്ചതാണ്. അവർ അന്യോന്യം സഹായിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചതുമാണ്. എന്നാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്. ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇതിന് യാതൊരു തർക്കവുമില്ല. ഇനി എന്റെ ചോദ്യം എന്താണെന്നറിയോ? ചോദ്യത്തിന് ഉത്തരമായി നിങ്ങൾ കുഞ്ഞീദ് മദീനയുടെ പുസ്തകം വായിച്ചത് കൊണ്ട്, അത് കേട്ടതുകൊണ്ട് ഞങ്ങൾ ഉപചോദ്യമായി ചോദിക്കുന്നു, മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ മൂസാ നബിയുടെ കൗമ് വെള്ളത്തിന് ചോദിച്ചത്? പറയണം നിങ്ങൾ മറുപടി, എന്നിട്ട് ചോദ്യം ഞങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ഇവിടെ വെള്ളത്തിന് ചോദിച്ചു, അത് ഭൗതികമാണോ അഭൗതികമാണോ, മനുഷ്യ കഴിവിൽ പെട്ടതാണോ അല്ലയോ? ഈ പുസ്തകം കുഞ്ഞീദ് മദീനയുടെ ഒറിജിനൽ പുസ്തകമാണ്, കോപ്പിയല്ല. ഇവിടെ ഞങ്ങൾ വെള്ളത്തിന് ചോദിച്ചല്ലോ, അത് മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ, ഭൗതികമാണോ അഭൗതികമാണോ? ഉസ്താദ് മറുപടി പറ. എന്താ മറുപടി പറയാൻ പേടിക്കുന്നത്? ഇപ്പൊ കണ്ടെങ്കിൽ ശൈലി ഒട്ടാകെ മാറി, എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ എന്താ പറഞ്ഞത്? ആദ്യമായിട്ട് ഈ കുഞ്ഞ് ആദ്യം എന്ന് പറയാം, ഒലിപ്പോ ഇങ്ങനെ വിഷയം മാറ്റി എവിടെയൊക്കെ എത്തി, അതിന് നമുക്ക് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടല്ലോ ഞാൻ എന്താ പറഞ്ഞത്? കുഞ്ഞീദ് മദനി എഴുതിയത് ഇസ്തിഗാസയുടെ നിർവചനമാണോ അല്ലേ? അത് അംഗീകരിച്ചപ്പോ അൽഹംദുലില്ലാ. ഇനി രണ്ടാമതെന്താ ഞാൻ ചോദിച്ചത്? ഇനി ഇസ്തിസ്ഖാ എന്നുള്ളത് ഭൗതികമാണോ അഭൗതികമാണോ എന്നുള്ളതാണ് ഓല് രണ്ടാമത് ചോദിച്ചത്. ഈ CD നോക്കിയാൽ കാണും, CD കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. അതിലുണ്ടാവും അത് ഭൗതികമാണോ അഭൗതികമാണോ. ഞാൻ വിശദീകരിച്ചു, പ്രവാചകന്മാർ മുഅ്ജിസത്ത് മുഖേന നൽകുന്നത് അഭൗതികമാണ്. പ്രവാചകൻ ഇവിടെ വെള്ളത്തിന് ദാഹിച്ച് ചോദിക്കുന്ന ആളുകള് നിങ്ങൾ ഭൗതികമായിട്ടേ നൽകാവൂ, അഭൗതികമായി നൽകരുതേ എന്നൊരു നിബന്ധന വെക്കൂല. അത് നമുക്കൊക്കെ അറിയും. വെള്ളത്തിന് ദാഹിച്ചുമ്പോ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നാ വിചാരിക്കുക. അപ്പൊ ഇതിൽ ഭൗതികവും ചോദ്യത്തിൽ ഭൗതികവും അഭൗതികവും പെട്ടിട്ടുണ്ട്. ഇനി കൊടുത്തതും അഭൗതികമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് പെട്ടിട്ടില്ല എന്നതിനാണ് തെളിവ് പറയേണ്ടത്. അങ്ങനെയാണ് അതിനെ ഗണ്ണിക്കേണ്ടത്. അതിന് മറ്റാളെ മൂജബസോറാഹൂ എന്ന് പറയുന്നത് ഇതിപ്പോ നിങ്ങളൊക്കെ കേട്ടതല്ലേ. അപ്പൊ അതിന് ഏത് പറയണം? ഇവിടെ ഭൗതിക നിങ്ങൾ പറയേണ്ട മറുപടി ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ പറയുന്ന മറുപടി ഞാൻ പറയാ. ഉസ്താദേ, നിങ്ങൾ ആ പറഞ്ഞതിൽ ഭൗതികമേ പെടൂ. എന്തുകൊണ്ട്? ഇന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ. അതാണ് നിങ്ങൾ പറയേണ്ടത്. അതാണ് മാന്യത. മൂപ്പര് വേറൊക്കെയാണ് പറയാ. മറുപടിക്ക് കുഞ്ഞീദ് മദനിന്റെ ബുക്കാ വായിച്ചത്. കുഞ്ഞീദ് മദനിന്റെ ബുക്കിന് ആയത്തിനല്ലോ ഓതിയത്. തർക്കത്തിലിരിക്കുന്ന ആൾ ചോദ്യത്തിൽ വന്നപ്പോ തർക്കം എന്ത് പറയണമെന്നാ കുഞ്ഞീദ് മദനിന്റെ ബുക്ക് വായിച്ചത് എന്നല്ലാതെ ആയത്തിനല്ല. ആയത്ത് ഓതിയതാണ് വൈദിസ്തസ്ക. ഇതാണ് ആയത്ത്. അത് ഖുർആനിലില്ലേ. പിന്നെ കുഞ്ഞീദ് മദനിന്റെ ബുക്ക് എന്താ വായിച്ചത്? തർക്കം എന്താന്ന് പറയാനാ, എന്നിട്ടല്ലേ തെളിവ് പറയേണ്ടത്. അപ്പൊ ആ തർക്കത്തിന് തെളിവ് പറഞ്ഞു. ഇനി മൂസാ നബിയോട് കൗമ ചോദിച്ചപ്പോൾ അത് ഭൗതികം പെടില്ല, ഭൗതികേ പെടൂ അഭൗതികം പെടില്ല എന്നതിന് എന്താണ് തെളിവ്? ആ ഒരു തെളിവ് പറഞ്ഞാൽ നിങ്ങൾ മാന്യതയുള്ള ചോദിക്കുന്നവരായി. അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ ഇപ്പോഴും പിന്നീടും വിലയിരുത്തും എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഖുർആനിലും സുന്നത്തിലും ആമായ ഒരു പ്രസ്താവന വന്നാൽ അതിന് ആമായിട്ട് തന്നെ വിലയിരുത്തണം. ജമ്മുൽ ജവാമി പോലുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളിലും പറഞ്ഞ നിദാന ശാസ്ത്രമാണ്. നിദാന ശാസ്ത്രം വെച്ചുകൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ തെളിവുണ്ടെങ്കിൽ അത് പറയലല്ലാതെ മറ്റൊന്നും അതിന്റെ മറുപടിയല്ല. അതെ, ഇങ്ങനെ ഉരുണ്ടി കളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ പറയണം ഭൗതികമാണോ അഭൗതികമാണോ എന്ന് വ്യക്തമായി പറയുക. എന്നിട്ട് ഒന്നുകൂടി പറയുക, ഇവിടെ ഞങ്ങൾ വെള്ളത്തിന് ചോദിച്ചല്ലോ, അത് മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ? അത് നിങ്ങൾ മറുപടി പറയേ. സുഹൃത്തെ, നിങ്ങൾ ചോദിച്ചത്
അതീതമാണോ അല്ലേ എന്നാ ചോദിച്ചത്. ആളെ മാറുന്നീര് ഇവിടിപ്പോ മൂപ്പരെന്നെ മാറും ചെയ്തു, അത് വേറെ വിഷയം. ആരുടെ ഗുരുവച്ചന് കുച്ചിനടിക്കാരന് പണ്ടൊരാള്, അത് വേറെ വിഷയം. അതുപോലെ പിന്നെ ആദ്യം പറഞ്ഞു ഞാൻ എന്റെ ശബ്ദം കുറച്ച് ഉയർന്നു തോന്നിയപ്പോ എന്തിനാ ചൂടാകണത്, എന്തിനാ കാക്കുൻകുട്ടി ചൂടാകണത്, അത് വേറെ വിഷയം. അതല്ലല്ലോ ഉള്ളത്, എന്തിനാ വെറുതെ വിസർക്കണത്, ഇത് ആവശ്യമല്ല. അപ്പൊ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ചോദിച്ചത് അതീതമാണോ അല്ലേ എന്നാ ചോദിച്ചത്. ഇദ്ദേഹം പറഞ്ഞു അതീതം ആണ്. അതിനെന്താ പറഞ്ഞത്? ഇസ്തിസ്ഖാഇ എന്ന പദം, ഇങ്ങോട്ട് ശ്രദ്ധിക്കും, ഇസ്തിസ്ഖാഇ എന്ന പദം അതിൽ ഭൗതികവും അഭൗതികവും പെടും. നിങ്ങൾ പറയുന്നു ഭൗതികമേ പെടൂ, അതിന് തെളിവ് വേണമെന്നാ പറഞ്ഞത്. അതിനാ തെളിവ് വേണ്ടത്, അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആമായി പറഞ്ഞു, പൊതുവെ ആമ തിരിഞ്ഞില്ലേ, തിരിഞ്ഞില്ലേ? തിരിഞ്ഞു. അപ്പൊ ആമായി പറയുന്നത് എന്താണ്? എല്ലാതും ഉൾക്കൊള്ളുന്നത്, അഥവാ ഭൗതികവും അഭൗതികവും എല്ലാം ഉൾക്കൊള്ളുന്ന ഇസ്തിസ്ഖാ. ആ ഇസ്തിസ്ഖായിൽ നിങ്ങളാണ് ഖാസാക്കിയത്. എന്ത്? ഭൗതികമേ പെടൂ. ആ ഖാസാക്കിന് എന്താ തെളിവ്? ഞങ്ങൾ പറയുന്നു ഭൗതികവും പെടും അല്ലാത്തതും പെടും. നിങ്ങളെന്താ പറഞ്ഞത്? ഭൗതികേ പെടൂ ഖാസാക്കി. അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചത്? അതിന് പറയും. ഖാസാക്കിന് എന്താ തെളിവ്? അതിന് പറയും. ഇവിടെ ചോദിച്ചെന്താണ്? നിങ്ങൾ എന്താ ചോദിച്ചത്? അതീതമാണോ അല്ലേ അല്ലേ? അതിൽ ചോദിച്ചത് അതീതമാണ് എന്ന് പറഞ്ഞു. എന്താ തെളിവ്? ഇസ്തിസ്ഖാഇ എന്നതില് ഭൗതികവും പെടും അഭൗതികവും പെടും, ഭൗതികവും പെടും അഭൗതികവും പെടും. അതിന്റെ സാഹചര്യങ്ങൾ പറഞ്ഞു. ഭൗതികം പെടുക എന്ന് പറഞ്ഞാൽ ഭൗതികം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്നെ പറഞ്ഞു അവിടെ ആ കുപ്പിവെള്ളം നിർത്താൻ. അപ്പൊ ആ കുപ്പിവെള്ളം ഉണ്ട്. മൂസാ നബിന്റെ കൗമ് വെള്ളം ചോദിക്കുമ്പോ കുപ്പി വെള്ളമല്ല, കിണറ്റിലെ വെള്ളമല്ല, അല്ലാത്ത വെള്ളമല്ല, കലത്തിലെ വെള്ളമല്ല, ഒരു വെള്ളമല്ല. ഭൗതികമായി സഹായിക്കാൻ കഴിയുന്ന സാമഗ്രികൾ ഉള്ളിടത്ത് നിന്നാണ് സഹായം ചോദിക്കുമ്പോൾ പെടുക. അപ്പൊ ശ്രദ്ധിക്കും, ആമായിട്ടാണ് നിങ്ങൾ ചോദിച്ചത് അതീതം ആണോ അല്ലേ? നമ്മൾ യെസ് ഓർ നോ ആണ്. യെസ്, എല്ലാം പെടും. എന്താ തെളിവ്? ഇസ്തിസ്ഖാഇ എന്ന ആ പ്രയോഗം അത് ഭൗതികവും അഭൗതികവും ഉൾക്കൊള്ളുന്ന ആമായ പ്രയോഗമാണ്. അല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇസ്തിസ്ഖാ എന്നുള്ളത് ആമോ ഖാസും ഒന്നും പെടൂല എന്നുള്ള അഭിപ്രായം ഉണ്ടോ? ഖാസിനാണ് എന്ന് ഉണ്ടോ? കൊടുക്കും. ഖാസിനാണ് എന്ന അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ ഖാസിനാണ് എന്നുള്ള അഭിപ്രായമല്ല. അപ്പൊ ആമിന് പെടും. അപ്പൊ ഭൗതികവും പെടും അഭൗതികവും പെടും എന്ന് വളരെ വ്യക്തമായി സമ്മതിച്ചു. ഇരുന്ന് സമ്മതിച്ചതൊന്നും നിങ്ങൾ നിന്നാണ് സമ്മതിച്ച പ്രശ്നം തീർന്നുപോലെ. സമ്മതിക്കാം. അതൊരു കാര്യം പറ. ഒരു കാര്യം, വെള്ളമില്ലായിരുന്നു. ഞങ്ങൾ ചോദിക്കുമ്പോ മുമ്പിൽ വെള്ളമില്ല. ഇപ്പൊ നിങ്ങളെ മാനദണ്ഡം എവിടെ എത്തിയെന്നറിയോ? മൂസാ നബിയുടെ വെള്ളം മുമ്പിലില്ലായിരുന്നു. മുമ്പിലില്ലാത്തപ്പോ ചോദിച്ചതുകൊണ്ട് അഭൗതികമായി, മുമ്പിലുണ്ടെങ്കിൽ ഭൗതികമായി. ഞങ്ങളുടെ മുമ്പിൽ വെള്ളമില്ലായിരുന്നു. അപ്പൊ അതാ ഭൗതികമാണോ ഭൗതികമാണോ? അതൊക്കെ മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ? ഉസ്താദ് പറ, മറുപടി പറ. മറുപടി പറയുന്നത് അപ്പൊ ഭൗതികം അഭൗതികം എന്നുള്ളതിന്റെ മുമ്പ് നിന്നുള്ളത് നിങ്ങളാ പറഞ്ഞത്. ഇവിടെ അതീതം ആണോ അല്ലേ എന്നാ നിങ്ങൾ ചോദിച്ചത്. എന്താ മൈക്കരുത്? അതീതം ആണോ അല്ലേ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞു അതീതം ആണ്. അപ്പൊ എന്താണ് കാരണം എന്ന് നിങ്ങൾ ചോദിച്ചു. ഇസ്തിസ്ഖാഇ എന്ന പദം, ശ്രദ്ധിക്ക്, ഇസ്തിസ്ഖാഇ എന്ന പദം ആമാണ് അല്ലേ സുഹൃത്തെ? പറയും, ആമാണോ അല്ലേ? ആമാണോ അല്ലേ? നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ സമ്മതിക്കാൻ പറ്റുമോ? ഇസ്തിസ്ഖാഇ എന്ന പദം ആമാണ്, പൊതുവാണെന്നുള്ള അഭിപ്രായം ഉണ്ടോ അല്ലേ? നമുക്ക് ഓരോന്ന് കേൾക്കും. നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയുന്നത്. നിങ്ങൾ ചോദിച്ചത് എന്താണ്? മനുഷ്യ കഴിവിന്റെ അതീതമാണോ അല്ലേന അല്ലേ? അതീതം ആണ് എന്ന് പറഞ്ഞു. എന്താ കാരണം? അത് ആമായ പ്രയോഗമാണ്. ഭൗതികവും അഭൗതികവും പെടും, അഥവാ ആമാണ്. ആമാണോ അല്ലേന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ആമാണ് എന്ന് പറഞ്ഞു അല്ലേ? ആമാണ് എന്ന് പറയുമ്പോ എന്തായി? ഭൗതികം പെട്ടു അഭൗതികം പെട്ടു. ഈ കുപ്പിമക്ക് തിരിയേണ്ട, അല്ലാത്തോടത്തേക്ക് തിരിയേണ്ട. നിങ്ങൾ പെട്ടിരിക്കുന്നു. രണ്ടും സമ്മതിച്ചു. അത് ഖാസാന്ന് പറയും. അത് ഖാസാണെന്ന് പറയട്ടെ. ഖാസാണ്